അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ളോഗ്. അപ്പോൾ ഗൈസ് വേറൊന്നുമല്ല, ഞാനിങ്ങനെ ഒരു മിൽക്ക് ഷേക്കൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഓറിയോ മിൽക്ക് ഷേക്ക്. എന്നപ്പോഴാണ് ആലോചിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിലൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൊബൈൽ ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് വേറൊന്നുമല്ല, യൂണിവേഴ്സൽ കമ്പനിയുടെ ഒരു ഫോൾഡബിൾ ഡിസൈൻ അൺഫോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഹോൾഡർ. അപ്പോൾ നമുക്കത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തോ കാര്യമായിട്ടൊക്കെ ഉണ്ട് കേട്ടോ പ്ലേസ്, വേറൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അത് യൂസർ മാനുവലൊന്നുമില്ല. ഇത് ഓൾറെഡി ഇതിൻ്റെ ബാക്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇത് 60 ഡിഗ്രി അഡ്ജസ്റ്റബിൾ കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ ലൂസൺ ദ നോബ് ടു സ്ലൈഡ്. അപ്പോൾ ഇത് നമുക്ക് ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വേണ്ട ഇതുപോലെയാണ് ഇതിൻ്റെ ഓരോന്ന് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൻ്റെ അകത്തൊരു ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത് നൂർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ബട്ടണുണ്ട്. ഇവിടെ ഒരു സിൽവർ ബട്ടൺ കണ്ടോ? അപ്പോൾ അത് പിടിച്ച് ഞെക്കി കഴിയുമ്പം ഇതിങ്ങനെ നൂർക്കാം. അതേപോലെ തന്നെ ഇതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും എടുക്കാനുമായിട്ടൊക്കെ. അപ്പോൾ ഇത് ഞെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പാണ്. ഇത് നമുക്ക് വണ്ടിയിൽ വെക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം, ഇങ്ങനെയും വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. അതിലേക്ക് ഇനി മൊബൈൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം, ഹോൾഡർ. അപ്പോൾ അതിവിടെ ഇങ്ങനെ ലൂസ് ചെയ്യുക. ഇതിങ്ങനെ ലൂസ് ചെയ്ത് ഈ സാധനം ഊരിയെടുക്കണം. ഊരിയെടുത്തിട്ട് അത് ഇതിലേക്ക് ഇതാദ്യം കയറണം. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് കയറ്റിക്കൊണ്ട് ഇത് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് സംഭവം, ഇങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് ഇതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഓരോ വണ്ടി ഓരോ മോഡൽ വണ്ടിയുടെ അനുസരിച്ചിട്ട് നമുക്കത് ഇത് ചെയ്ത് വെക്കാം. നമുക്ക് എത്രത്തോളം അടുത്ത് കാണണമെങ്കിൽ അടുത്ത് ഇത് ഇച്ചിരി അകലത്തിൽ കാണുന്നുണ്ടെങ്കിൽ അകലത്തിൽ നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന നമ്മുടെ പൊസിഷൻ അനുസരിച്ചിട്ട് ഇത് സെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ഇതിങ്ങനെ ഇച്ചിരി വലിയുന്നതാണ് കേട്ടോ. ഇതിലാണ് ഇങ്ങനെ മൊബൈൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു പ്രോഡക്റ്റാണ്, എനിക്ക് നല്ലതെന്ന് തോന്നി. കാരണം പലപ്പോഴും മൊബൈലൊക്കെ നമ്മളെപ്പോഴും ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഹോൾഡർ ഇല്ല, മൊബൈൽ ഹോൾഡർ ഇല്ല, ഇതുവരെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ആ മിററിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ മുഖമൊക്കെ നോക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാനാണ് ഇത് ശരിക്കും. അപ്പം അത്തേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സൈഡിലൊക്കെ ഇപ്പോൾ റൂട്ട് മാപ്പൊക്കെ ഇട്ട് പോകേണ്ടടുത്ത് നമുക്ക് അത്യാവശ്യം ഇട്ട് ഓൺ ചെയ്ത് ഇത്തെ ഹോൾഡ് ചെയ്തുകൊണ്ട് മൊബൈൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് വെച്ച് നോക്കിയിട്ട് ഈസിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് പോകാം. അതുകൊണ്ട് ഈ കൈ പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1 ഹാൻഡ് ഡ്രൈവാണ് ഞാൻ ചെയ്യുന്നത്, എന്നാലും ഇപ്പോൾ അതങ്ങനെ പ്രാക്ടീസായി. പക്ഷേ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക മൊബൈലൊക്കെ ഹോൾഡ് ചെയ്ത് നമുക്ക് നല്ലതായിട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. നമ്മൾ റോഡ് വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പം നാളെയോ മറ്റന്നാളോ ആയിട്ട് നമ്മൾ റോഡ് വാങ്ങിക്കും. റോഡിൻ്റെ വയർലെസ് മൈക്രോഫോൺ വാങ്ങിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഒരു 30K സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്മളൊരു കേക്ക് കട്ടിംഗ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോയും പുറകാലെ വരുന്നതായിരിക്കും. അപ്പം ഇനിയും പുതിയ ഞങ്ങൾ എന്താ പറയുക കൂടുതൽ അച്ചീവ്മെൻറ്റ് ഞങ്ങൾക്ക് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് കൂടുതൽ അച്ചീവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക, മൊത്തമായിട്ട് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നോ പ്രോബ്ലം. അത് അപ്പോൾ ന്യൂ ആണ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് സജഷൻസ് തരിക, നമ്മളെങ്ങനെയാണ് ചെയ്യേണ്ട വീഡിയോ, നമ്മുടെ വീഡിയോ നല്ലതാണോ, ബെറ്റർ ആക്കണോ, എങ്ങനെയാണ് കൂടുതൽ ബെറ്റർ ആക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടണ് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.